അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത നമ്മുടെ പാഠം ഓപ്ഷണൽ മൊഡ്യൂൾ ബിയിലെ മൂന്നാമത്തെ പാഠമാണ് ഖബറൈൻ തയ്യാർ കർണ. എങ്ങനെയാണ് പത്രവാർത്തകൾ തയ്യാറാക്കേണ്ടത് എന്നാണ് നമുക്ക് ഇതിലൂടെ പഠിക്കാനുള്ളത്. അതിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അതിൻ്റെ ക്രക്സ് മാത്രം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. आपके सामने एक उर्दू रोज़नामे से लिए गए तराशे हैं जिनसे मुख्तलिफ अंदाज की छोटी बड़ी ഖബറോं का नमूना आपको मिल जाए. ഇവിടെ പല മോഡലുകളും എങ്ങനെയാണ് വാർത്തകൾ എഴുതുക എന്നുള്ളതിൻ്റെ പല മോഡലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ആ മോഡൽസിനെ കുറിച്ചൊന്ന് സംസാരിക്കുകയാണ്. नमूना नंबर अव्वल में ऐसी खबर दी गई है जिसका ताल्लुक बच्चों के सही तालीम और मुनासिब परवरिश से है. जैसा कि हम जानते हैं बच्चे हमारे मुल्क का मुस्तकबिल है. अगर बच्चों की सही ढंग से तालीम और तरबियत नहीं होगी तो हमारे मुल्क दूसरे ममालिक से तालीम के मैदान में पीछे रह जाएगा. इसलिए ज़रूरी है कि बच्चों की तालीम और तरबियत पर हुकूमत के साथ साथ वालिदीन को भी ध्यान देना चाहिए. അപ്പോൾ ഇതിൽ ഇനി താഴെ പറയുന്നത്, ഇനി ഇവിടെ ശേഷം കുറേ പത്രത്തിൻ്റെ മോഡൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉദ്ദേശം, അതിലൊക്കെ എന്താ പറയുന്നത് എന്നുള്ളൊരു ഷോട്ട്. ആദ്യത്തെ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് കുട്ടികളുടെ സംരക്ഷണം, കുട്ടികളുടെ പരിപാലനം, വിദ്യാഭ്യാസം എന്നുള്ളത് അതിൻ്റെ പ്രധാന ചുമതല അധ്യാപകരെക്കാൾ രക്ഷിതാക്കൾക്കാണ്. നമ്മുടെ രാജ്യം വിദ്യാഭ്യാസത്തിൽ മറ്റു പല രാജ്യങ്ങളുടെയും പോലെ പിന്നോട്ടടിക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കാൻ രക്ഷിതാക്കളുടെ നല്ല ഒരു കരുതൽ വേണം എന്ന ഉദ്ദേശം വരുന്ന ഒരു പത്രവാർത്ത ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി മറ്റൊരു പത്രവാർത്ത ഇവിടെ ഉള്ളത് ഉർസെ ഹസ്രത്ത് ഖാജ അമീർ ഖുസ്രുവിൻ്റെ അതിനെക്കുറിച്ചാണ്. जो कि हर साल बस्ती हज़रत निज़ामुद्दीन में मुनाकिद होता है. ഹസ്രത്ത് നിസാമുദ്ദീൻ നാട്ടിൽ നടത്തപ്പെടുന്ന ഒരു നേർച്ചയാണിത്, ആ ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു പത്ര റിപ്പോർട്ട്, അതിൻ്റെ ഒരു മോഡലും നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ മൂന്നാമത്തത് മുക്കമ്മൽ ഖാൻദഗി മുഹിം മേ സമാജ് കെ തമാം തബഖോं का ताउन लिया जाएगा ജില്ലാ മജിസ്ട്രേറ്റ്. അപ്പോൾ മൂന്നാമത്തെ ഇതിലെന്താ പറയുന്നത്, തീസരി ഖബർ കാ താലുക്ക് താലീമി ദുനിയ സെ ഹെ. എഡ്യൂക്കേഷണൽ വേൾഡ് അഥവാ വിദ്യാഭ്യാസ ലോകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കുറിപ്പാണ് അതിലുള്ളത്. ഹിന്ദുസ്ഥാൻ में हुकूमत की जानिब से ऐसी बहुत सी स्कीमें चलाई जा रही हैं जिनके ज़रिया समाज के तमाम तबकों को साथ लेकर मुकम्मल ഖാൻദഗി എന്ന് പറഞ്ഞാൽ സാക്ഷരത എന്നാണ് കേട്ടോ അർത്ഥം. സാക്ഷരത എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾക്കും അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ സർക്കാർ പലതരത്തിലുള്ള സ്കീമുകളും, അവരുടെ സാക്ഷരത ഉറപ്പുവരുത്താൻ പലതരത്തിലുള്ള സ്കീമുകളുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നുകൂടെ ജനങ്ങൾ ജാഗ്രതരാവണം, ശ്രദ്ധ പുലർത്തണം എന്ന് ഉണർത്തിക്കൊണ്ടുള്ള ഒന്നാണ് ഇത്. ഇനി ഇതിലെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഇപ്പോൾ നമ്മൾ കുറേ മോഡലുകൾ കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി പല വിധത്തിലുള്ള ഖബർക്ക് കിസ്മെ എന്തുണ്ട്, ഇനങ്ങളുണ്ട്. പഠने वालों की दिलचस्पी और तवज्जुह के एतबार से ഖബറോं को दो किस्में बांटा जाता है. നമുക്ക് വാർത്തകളെ രണ്ട് ഇനങ്ങളാക്കാം. एक धमाका खेज ഖബറേं और दूसरी आम ഖബറേं. ഒന്നാമത്തത് ധമാക്ക ഖേസ് ഖബറേं, സ്ഫോടനാത്മകമായ വാർത്തകൾ. നിങ്ങൾ സാധാരണയായിട്ട് ഈ ഈവനിങ് പത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സന്ധ്യ പത്രങ്ങളിലൊക്കെ, അതിലൊക്കെ ഭയങ്കര ചൂടുള്ള വാർത്ത, അവിടെ പൊട്ടിത്തെറിച്ചു, ഇവിടെ എങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്ഫോടനാത്മകമായിട്ടുള്ള ഭയങ്കര ഹോട്ടായിട്ടുള്ള വാർത്തകൾ ഉണ്ടാകാം. ദൂസരി ആം ഖബറേं, മറ്റുള്ളത് ജനറൽ വാർത്തകൾ. धमाका खेज ख़बरें बहुत अहम होती हैं. मसलन हुकूमत का कोई ऐसा नया फ़ैसला जिससे पूरे मुल्क के हालात पर असर पड़ सकता हो. ഈ രാജ്യം ധമാക്ക ഖേസ് ഖബറേं, സ്ഫോടനാത്മകമായ വാർത്തകൾ എന്നതിനുള്ളൊരു ഉദാഹരണം പറഞ്ഞതാണ്. രാജ്യമെമ്പാടും വളരെ പല നിലക്കും സ്വാധീനിക്കപ്പെടാവുന്ന ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനം
രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത. അപ്പോൾ CAA രാജ്യമെമ്പാടും അത് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത ഭയങ്കര പുറസറായിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ അതൊക്കെ ധമാക്ക ഹേസ് ഖബറൈൻ ആയിട്ടാണ് പരിഗണിക്കുക. പിന്നെ മുജ്രിമോं के किसी ഗ്രൂപ്പ് पर പോലീസ് കാ ഛാപ്പ, അതുപോലെ തന്നെ പ്രത്യേക കൊള്ള സംഘങ്ങൾ, കുറ്റവാളികളുടെ സംഘം, അവരെ എന്താക്കി പോലീസ് മുദ്രകുത്തി അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തു, അത്തരത്തിലുള്ള വാർത്ത. നറം ഖബർ നിസ്ബത്തൻ കം അഹം ഹോത്തെ ഹെ. അപ്പോൾ ആം ഖബർ എന്ന് പറഞ്ഞല്ലോ, അതിനുള്ളൊരു മറ്റൊരു പദപ്രയോഗം നടത്തിയതാണ്. നറം ഖബർ നിസ്ബത്തൻ കം അഹം ഹോത്തെ ഹെ. സിമ്പിളായിട്ടുള്ള വാർത്തകൾ, അതിന് അത്ര വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. കിസി മക്കാമി സ്കൂൾ യാ കോളേജ് മേ ജൽസെ കി റൂദാത്ത് ഛോട്ടെ മോട്ടെ ഹാദിസെ ഓർ ചോരി കെ വാക്കയാത്ത് കെ ഖബറേ. അഥവാ ചില സ്കൂളുകളിൽ നടക്കുന്ന പരിപാടികൾ, അതിൻ്റെ റൂദാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു വലിയ ആക്സിഡൻറ്റുകൾ നടന്നത്, അവിടെ വാഹനം ഇടിച്ച് ഒരാൾ മരിച്ചു, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആം ഖബറൈൻ, നറം ഖബറൈൻ എന്നായിട്ടാണ് മനസ്സിലാക്കപ്പെടുക. ഇനി അടുത്ത പാരഗ്രാഫിൽ നോക്കിയാൽ ഖബറൈൻ മുത്തവക്ക യാ തേ ശുദ ബി ഹോത്തി ഹെ. ഒരു മുത്തവക്ക, നേരത്തെ ആൾറെഡി വെയിറ്റിങ്ങിലുള്ള, പ്രതീക്ഷിക്കുന്ന ഒരു വാർത്ത ഉണ്ടാകാം, അല്ലെങ്കിൽ തേശുത, തീരുമാനിച്ചുറപ്പിച്ച വാർത്തകൾ അത്തരത്തിലുണ്ടാകാം. ഗൈർ മുത്തവക്ക, നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തത്. ഗൈർ മുത്തവക്ക, പ്രതീക്ഷിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഗൈർ തേശുത, തീരുമാനിക്കാത്തതും അത്തരത്തിലുള്ള വാർത്തകളും ഉണ്ടാകാം. मुतवक्का ख़बरें वो हैं जो मुसलसल और बड़ी तादाद में मिलती रही, मसलन इम्तिहानात, खेल कूद के नतीजे और जलसों की रिपोर्टें. ഒരു മുത്തവക്ക ഖബർ എന്ന് പറഞ്ഞാൽ ഒരു ആൾറെഡി വെയിറ്റ് ചെയ്ത ഒരു വാർത്ത എന്തെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ടൊരു സമ്മേളനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുസൽസലായിട്ടുള്ള തുടരെയായിട്ടുള്ള ആ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സമ്മേളനം കഴിഞ്ഞു, അതിൻ്റെ റിപ്പോർട്ടായിട്ട് തുടരെയായിട്ട് അതിൻ്റെ അതിൻ്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കളി നടക്കുന്നുണ്ട്, അപ്പോൾ ആ കളിയെക്കുറിച്ച്, ആ കളിയുടെ കുറിച്ചുള്ള വ്യത്യസ്ത പരമ്പരകൾ ഓരോ ദിവസവും പത്രക്കുറിപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗൈർ മുത്തവക്ക, ഏതാണ് പ്രതീക്ഷിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ ഉൻ ഹാദിസോं की തഫ്സീൽ होती है जो अचानक रोनुमा हो जाए. പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു സ്ഥലത്ത് ഒന്നായിട്ട് മണ്ണിടിച്ചിൽ, 4 ആൾക്കാർ മണ്ണിൻ്റെ അടിയിൽ പെട്ട് മരിച്ചു, അവിടെ ചുഴലിക്കാറ്റടിച്ചു, 4 തെങ്ങുകൾ കടപുഴകി വീണു ഒരു വീടിൻ്റെ മേലേക്ക്, അവിടെ ഉണ്ടായിരുന്ന വീട്ടുമ്മ ഉടനെ തന്നെ മരിച്ചു. അത്തരത്തിലുള്ള ഗൈർ മുത്തവക്കായിട്ടുള്ള, പ്രതീക്ഷിക്കപ്പെടാൻ കഴിയാത്ത അത്തരത്തിലുള്ളതാണ് ഗൈർ മുത്തവക്ക എന്ന് പറഞ്ഞത്. സംഗതി സിമ്പിളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഖബറെ ജമാ കർണയ്ക്ക് ത്വരീഖ ഓർ സറായി, എങ്ങനെയൊക്കെ നമുക്ക് വാർത്തകൾ കരസ്ഥമാക്കാം, അത് ഒരുമിച്ച് കൂട്ടാം. खबरें हासिल करने में इस बात की ख़ास अहमियत है कि जिस वाक़े की खबर दी जा रही है वो पढ़ने वालों के आसपास की है या दूर की. നമ്മുടെ വായനക്കാരുടെ അടുത്തുള്ളതാണോ ദൂരത്തുള്ളതാണോ വാർത്ത എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അഥവാ റീജിയണലാണോ ഇൻ്റർനാഷണലാണോ എന്നത് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ വായനക്കാർക്ക് ഏറ്റവും താല്പര്യമുണ്ടാവുക റീജിയണൽ വാർത്തകളിലാണ്. നമ്മുടെ ആസ്പാസിൽ നടന്ന വാർത്തകളൊക്കെ പൂർണ്ണമായും ലഭിക്കുന്നത് ഏത് പത്രത്തിലാണോ അതിനോട് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും. फिर ये भी देखना पड़ता है कि किसी खबर का नुमाया ख़ास पहलू क्या है. പിന്നെ ഇങ്ങനെയും നമ്മൾ ഒരു വാർത്ത തയ്യാറാക്കുമ്പോൾ, നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയം, ഈ ഒരു വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രത്യേകമായ അതിൻ്റെ വശം ഏതാണ്, ഏത് വശത്തിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. മസलन किसी शहर में आए दिन लोग भयानक बीमारियों का शिकार होते हैं, लेकिन वज़ीर आज़म या कोई बड़ा आलिम अदाकार किसी ख़तरनाक मरज़ में मुब्तला हो जाए तो उसकी बीमारी को ख़बरों का मौजू अखबारों में बनाया जाएगा. ഒരു നാടൊട്ടാകെ കോവിഡ് ബാധിക്കുമ്പോൾ, കൂട്ടത്തിൽ അമേരിക്കയിലൊട്ടാകെ കോവിഡ് ബാധിച്ചപ്പോൾ കൂട്ടത്തിൽ ട്രംപിന് കോവിഡ് ബാധിച്ചാൽ അത് പ്രത്യേകം വാർത്തയായി വരും. ज़ियादातर ख़बरें एजेंसियों से हासिल होती है. അധിക വാർത്തകളും
നമുക്ക് കരസ്ഥമാകുന്നത് ഏജൻസി മുഖേനയാണ്. ഹിന്ദുസ്ഥാനിക്ക് സബ്സെ ബഡി ന്യൂസ് ഏജൻസിയാ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTI അതാകുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി PTI ആണ്, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. ഓർ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ UNI അതുമാകുന്നു. പിന്നെ ഇൻ്റർനാഷണൽ വാർത്തകൾക്ക് റോയിറ്റർ എന്നുള്ളതൊക്കെ നിങ്ങൾ പലതവണ കേട്ടതായിരിക്കും. ആ പേരുകളൊക്കെ ഹിന്ദുവിൻ്റെ ചില ഫോട്ടോസൊക്കെ അതിൻ്റെ താഴേക്ക് കൊടുത്തിട്ടുണ്ടാവും റോയിറ്റർ എന്നുള്ളത്. പിന്നെ പ്രത്യേക ഏജൻസികൾ ഇങ്ങനെ വാർത്തകൾ കരസ്ഥമാക്കാനും അത് വിതരണം ചെയ്യാനും പ്രത്യേക ഏജൻസികൾ തന്നെ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഖബറെ ദാത്തി മുലാഖാത്ത് യാ ടെലിഫോൺ പർ ഭി മിൽ സക്തി ഹെ. ഇനി മറ്റൊരു മാർഗം ഒരു ഏജൻസി മുഖേന എന്ന് പറഞ്ഞ് അതാണ് വ്യാപകമായിട്ടുള്ള വാർത്ത ശേഖരിക്കാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞു. ഇനി മറ്റൊന്ന് ഖബറെ ദാത്തി മുലാഖാത്ത് യാ ടെലിഫോൺ പർ ഭി മിൽ സക്തി. അത് നേരിട്ട് ആ സംഭവത്തെ ചെന്ന് കാണലും അതുപോലെ ഫോൺ മുഖേനയും ടെലിഫോണിലൂടെയും നമുക്ക് വാർത്തകൾ കരസ്ഥമാക്കാം. ഖബർ ജമാ करने में काफ से शुरू होने वाले 6 सवालों को खास तौर से ध्यान में रखना चाहिए. കാഫ് കൊണ്ട് തുടങ്ങുന്ന ഒരു 6 ചോദ്യങ്ങൾ ഓരോ വാർത്തകൾ കരസ്ഥമാക്കാൻ ഒരു സ്ഥലത്ത് ചെന്നാൽ ആ സ്ഥലത്തിൽ നടന്ന വാർത്തയെ ഒരു സംഭവ സ്ഥലത്ത് ചെന്നാൽ ആ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കാഫ് കൊണ്ട് തുടങ്ങുന്ന ഒരു 6 ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് 6 ചോദ്യങ്ങൾ? നമ്മൾ WHO ക്വസ്റ്റ്യൻസ് എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, WHO ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഉറുദുവിൽ മനസ്സിലാക്കേണ്ടതാണ് 6 ചോദ്യങ്ങൾ. ക്യാ ഹുവ, കഹാ ഹുവ, കബ് ഹുവ എന്നുള്ള, ക്യൂ ഹുവ, കൈസെ ഹുവ, കോൻ ലോക് ഷാമിൽ തെ, അപ്പോൾ കൈസെ, കോന്, കഹാ എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു 6 ചോദ്യങ്ങൾ. ഇസ്മേ മുഷ്കിൽ തരീൻ സവാൽ ഹെ ക്യൂ ഹുവ. ഇതിൽ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു ചോദ്യം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. അതിനുള്ള മറുപടിയിലാണ് പലരും പ്രയാസപ്പെടുക. ഇനി വാർത്തകൾ എഴുതേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യം കൂടെ നമ്മൾ പറയലോടുകൂടെ ഈ പാഠം അവസാനിക്കുകയാണ്. ഖബർ ലിഖ്തെ ഹുയെ मजमून वाला तरीक़ा नहीं इख्तियार किया जाता, बल्कि नतीजे वाली बात यानी इंतहा का ज़िक्र पहले होता है और जैसे जैसे लाइन या पैराग्राफ बढ़ते जाए कम अहमियत वाली बातें बयान की जाती हैं. ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അഥവാ ഒരു മസ്മൂൻ എഴുതുന്ന ശൈലിയിലല്ല ഇത് എഴുതേണ്ടത്. ന്യൂസ് തയ്യാറാക്കേണ്ടത് എന്താണ്, റിസൾട്ട് എന്ത് നടന്നു എന്നുള്ളത് ആദ്യം വരും. അതാണ് ഏറ്റവും ആ ന്യൂസിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ കൊടുങ്കാറ്റിൽ 4 പേര് അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ 4 പേര് വെള്ളത്തിനടിയിൽപ്പെട്ട് മുങ്ങി മരിച്ചു എന്നുള്ള അത് ഫസ്റ്റ് വരും. പിന്നെ അതിൻ്റെ ശേഷമാണ് ഇന്നലെ നടന്ന ഇവിടെ ഉണ്ടായിരുന്ന ന്യൂനമർദ്ദനം, അറബിക്കടലിലുണ്ടായിരുന്ന ന്യൂനമർദ്ദനം മൂലം അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലുള്ള ന്യൂനമർദ്ദനം കാരണത്താൽ എന്നൊക്കെ പറഞ്ഞാണ്ട് ഈ പാരഗ്രാഫ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ശേഷം വരുന്ന വാർത്തകളൊക്കെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ എഴുതി നിരത്തുക. അപ്പോൾ പെഹ്ലെ കാ സിക്കർ ഇന്തിഹാ കാ സിക്കർ പെഹ്ലെ ഹോത്താ ഹെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അവസാനം നടന്നതെന്തോ അത് ഫസ്റ്റ് വാർത്തയിൽ കൊണ്ടുവരണം. പിന്നെ ज़रूरी बात जिसे इब्तिदाइया कहा जाएगा जो मुख्तसर अल्फाज में होता है, फिर उसका इस इख्तिसार की तफसील, मज़ीद मालूमात गवाहों या मौका पर हाज़िर लोगों का बयान, फिर बकिया तफसीलात. मिसाल के तौर किसी जलसे की ഖബർ दी जा रही है तो എങ്ങനെ അതിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ തുടക്കത്തിൽ എന്തുണ്ടാവണം, ഇബ്തിദായിയ കഹാ ജായേഗ ജോ മുഖ്തസർ അൽഫാസ് മേ, ഫിർ ഇസ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ചുരുങ്ങിയ വാക്കിൽ കൊണ്ടുവരുന്നു. പിന്നീട് അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ, മസീദ് മാലുമാത്ത്, അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ, പിന്നെ അതിൻ്റെ ദൃക്സാക്ഷികൾ, അവർ എന്തൊക്കെയാണ് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ എന്തായിരുന്നു പറയുന്നത്, അതൊക്കെ എന്ത് ചെയ്യും പിന്നീട് ഇങ്ങനെ കൊണ്ടുവരും. इन सब का खुलासा आसान और मुख्तसर अल्फाज में सुर्खी की शक्ल में दिया जाएगा. ഓരോ ന്യൂസിലും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ഹെഡിങ്.
താഴെ പറയുന്ന വാർത്തയുടെ ഏറ്റവും ക്രക്സ് ആയിരിക്കണം, അതിൻ്റെ എസൻസ് ആയിരിക്കണം, അതിൻ്റെ ആ ക്രക്സ് ആയിരിക്കണം എന്തിൽ കൊണ്ടുവരുന്നത്, ഹെഡിങ് ആയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ फिर जहाँ से खबर शुरू होती है उसके पहले जुमले के तौर पर भी वही सुर्खी दोहराई जाएगी. പിന്നെ ഹെഡിങ്ങിൽ എന്താണോ വന്നിട്ടുള്ളത് അത് പിന്നീട് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യും. और फिर उसकी वजाहत आएगी, പിന്നീട് ആ ഒരു പദത്തിന് വിശദീകരണം കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. ഇത്രയാണ് ഈ പാഠം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളെല്ലാവരും കൂടെ അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠം നോക്കാം. ഇനി നമ്മുടെ പാഠം ഇഷ്തിഹാർ തയ്യാർ കർണ, പരസ്യം തയ്യാറാക്കൽ. പരസ്യം തയ്യാറാക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇതിലിങ്ങനെ പറയുന്നുണ്ട്. അതിങ്ങനെ നമ്മൾ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഇവിടെ പല വിധത്തിലുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ഇത് കണ്ടോ, ഒരു മോഡൽ കണ്ടോ? ഈ മോഡലിൽ പേസ്റ്റിൻ്റെ പരസ്യം, അതുപോലെ മുടിൻ്റെത്, മുടി കറുപ്പിക്കാനുള്ളത്, കമ്പ്യൂട്ടർ, ഇങ്ങനെ പല ഉദ്ദേശങ്ങൾക്കും തിജാറത്ത്, കച്ചവട ഉദ്ദേശങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, പരസ്യങ്ങൾ തയ്യാറാക്കാറുണ്ട്. ഇനി ഒന്ന് നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സഹാഫത്ത് ബഹൈസിയത്ത് തിജാറത്ത്, ബിസിനസ് സംബന്ധമായിട്ടുള്ള ചില പത്രക്കുറിപ്പുകൾ, പരസ്യക്കുറിപ്പുകൾ. മൗജൂദ ദൗർ में സഹാഫത്ത് को एक तिजारत की हैसियत हासिल हो चुकी है. സഹാഫത്ത് എന്നുള്ളതും പത്രം പണി, ജേർണലിസം എന്നുള്ളതും ഒരു ബിസിനസ് എന്ന രീതിയിലാണ് ഇന്ന് കാണുന്നത്. പെഹലെ സൂറത്തെ ഹാൽ മുഖ്തലിഫ് തി, പണ്ടൊക്കെ ഇതിൻ്റെ അവസ്ഥ വളരെ വ്യതിരക്തമായിരുന്നു. അഖ്ബാർ और रिसाले कभी शौक पूरा करने के लिए निकाले जाते थे, तो कभी किसी तहरीक की हिमायत के मकसद और कभी समाज में इज्जत व वक़ार हासिल करने की गरज से. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ പത്രപ്രവർത്തനം എന്നുള്ളത് ചില സ്വന്തം ആഗ്രഹ പൂർത്തീകരണത്തിനായേക്കാം, അല്ലെങ്കിൽ വല്ല മൂവ്മെൻറ്റിനെയും സപ്പോർട്ട് ചെയ്തിട്ടായേക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു വലിയ സ്ഥാനം, ഒരു അഭിമാനം നേടിയെടുക്കാനായേക്കാം. और चूँकि उस पर आने वाली लागत में दिन ब दिन इजाफा होता चला जा रहा है, इसलिए उसके इंतज़ामी ढांचे को भी पहले से बेहतर बना लिया गया है. അതിൻ്റെ ദിനം പ്രതിയുള്ള ലാഗത്ത് എന്ന ചെലവ് അത് വളരെ വർധനവുണ്ടായി എന്നത് കാരണത്താൽ തന്നെ അതിൻ്റെ ഘടനയിൽ തന്നെ പത്രം നടത്തിക്കൊണ്ടുപോകുന്നവർ അതിൻ്റെ ഘടനയിൽ തന്നെ വല്ലാത്ത മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. दूसरी तिजारतों की तरह इसमें भी तिजारती इंतज़ामिया में महारत रखने वालों की खदमात हासिल की जाती हैं. വലിയ വലിയ ബിസിനസ് സാമ്രാട്ടുകൾ ഇന്ന് ജേർണലിസത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. कोई भी तिजारत शुरू करने के लिए बड़े पैमाने पर सरमाया फराहम करने की ज़रूरत होती है, और उसके बाद सवाल पैदा होता है इस सरमाए के मुनासिब इस्तेमाल का और उससे पाबंदी से होने वाली आमदनी का. इस आमदनी का हासिल करने और उसमें इजाफा करने के लिए तजुर्बाकार और माहिर मुंतज़मीन की ज़रूरत पड़ती है. അപ്പോൾ ഇതൊരു സാധാ ഒരു കച്ചവട സ്ഥാപനം തന്നെ ആയി തീർന്നിട്ടുണ്ട് ഇന്നത്തെ പത്ര സ്ഥാപനങ്ങൾ എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സാമ്രാജ്യം നമ്മൾ തുടക്കം കുറിക്കുകയാണെങ്കിൽ അതിന് വലിയ സമ്പത്ത് അതിന് അവൈലബിൾ ആവേണ്ടതുണ്ട്. അതുപോലെ ഇതിൻ്റെ ക്യാപിറ്റൽ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സ് അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ, അത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുമോ, ഇതിൽ എത്ര വരവ് വരും, അതുപോലെ എങ്ങനെ നമുക്ക് വരവ് എങ്ങനെ ഇസാഫ അത് എങ്ങനെ ആഡ് ചെയ്യാം, അത് എങ്ങനെ
നമ്മുടെ വരുമാനം എങ്ങനെ കൂട്ടാം എന്നുള്ളതൊക്കെ ഇവർ ആലോചിച്ചു തുടങ്ങി. अखबार और रिसाला पढ़ने वाले फ़र्द की हैसियत से आपको दिलचस्पी सिर्फ इतनी होती है कि हर सुबह हर हफ्ते या महीने अखबार या रिसाला आपके घर आ जाया करे. ഒരു പത്രം വായിക്കുന്ന ആൾക്ക് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അഥവാ ഓരോ പ്രഭാതത്തിലും അല്ലെങ്കിൽ ഓരോ ആഴ്ച പതിപ്പാണ് വാങ്ങുന്നതെങ്കിൽ ആഴ്ച പതിപ്പുകൾ അല്ലെങ്കിൽ മാസികകൾ എല്ലാ ആഴ്ചകളിലും എല്ലാ മാസങ്ങളിലും തൻ്റെ അടുത്ത് വരണം എന്നുള്ളതേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ ഒരു ഒരു പത്രം ഇറക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു മാസിക ഇറക്കുന്ന ആൾ അവർക്ക് എന്തൊക്കെ ഘട്ടങ്ങളാണ് അവർ കഴിഞ്ഞു പോകുന്നത്, അവർക്ക് എത്ര ചെലവ് വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള എന്തൊക്കെ ഇടപാടുകൾ അവരിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല. പിന്നെ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. शहर के मरकज़ या वसत में अखबार रिसाले के दफ्तर बनाने का एक फ़ायदा ये भी है कि हादिसात वाक़यात की ख़बरें उन तक जल्द पहुँच सकें. ഇന്ന് സാധാരണഗതിയിൽ ഓരോ പത്രങ്ങളും അവർക്കൊരു ഓഫീസ് ഉണ്ടാക്കിയെടുക്കുന്നു, അതിനൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നു. ആ ബിൽഡിംഗ് പരമാവധി ഒരു ടൗണിൻ്റെ മധ്യത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മധ്യത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ജനങ്ങളുടെ ഒരു കണ്ണ് അതിലുണ്ടാകും, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അതോടുകൂടെ തന്നെ ഇതിലുള്ള മറ്റൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ നാട്ടിലുള്ള വാർത്തകൾ നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ നടത്തുന്നതിലുള്ള ഒരു സൗകര്യം. മാത്രമല്ല ഇത് വിൽപ്പനക്കാർ, ഇതിൻ്റെ ഏജൻറ്റുമാർ, ഇവരെയൊക്കെ എന്താക്കാം, നന്നായിട്ട് അവരോടൊരു കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് ടൗണിൻ്റെ സെൻട്രൽ തന്നെ ഇതിങ്ങനെ കൊടുക്കാൻ കാരണം. അപ്പോൾ തിജാറത്തി ശോഭ, ബിസിനസ് വിങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. इन तमाम बारीकों और नज़ाकतों को देखते हुए अखबार रिसाले की इंतज़ामिया को 3 हिस्से में बांटा जाता है. അപ്പോൾ ഒരു പത്ര മേഖല എന്നുള്ളത് അതിനെ നമുക്ക് 3 ഹിസ്സകളായിട്ട് 3 ഭാഗങ്ങളായിട്ട് ഒരു സ്ഥാപനത്തെ, ഒരു ദിനപത്രത്തിൻ്റെ സ്ഥാപനത്തെ നമുക്ക് 3 ഭാഗങ്ങളാക്കി എടുക്കാം. ഒന്ന് എഡിറ്റോറിയൽ സെക്ഷന്, മറ്റൊന്ന് ബിസിനസ് സെക്ഷൻ, ഇദാറത്ത് കാ യാനി എഡിറ്റോറിയൽ സെക്ഷൻ, ദൂസര തിജാറത്ത് കാ ബിസിനസ് സെക്ഷൻ എന്നും നമുക്ക് പറയാൻ സാധിക്കും. और एक तबाअത്ത്, മൂന്നാമത്തത് പ്രിൻറ്റിംഗ് സെക്ഷനുമാണ്. तीसरे शोबे को മെക്കാനിക്കൽ സെക്ഷൻ भी कहा जाता है. എന്തിനാപ്പത് ഇങ്ങനെ ഈ ഒരു ജേണൽസിനെ ഇങ്ങനെ 3 വിഭാഗങ്ങളാക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കണമെന്ന് എന്തിനാ മനസ്സിലായോ? ഇതിന് വേണ്ടിയിട്ടാണ് कि अखबार पर जो सरमाया लगाया गया है वो न सिर्फ बहाल रहे बल्कि वो बराबर आमदनी भी देता रहे. ഇതിന് വേണ്ടിയിട്ട് എന്തൊരു ക്യാപിറ്റലാണോ, എത്ര ചിലവാണോ നമ്മൾ ചിലവഴിച്ചിട്ടുള്ളത്, അത് എല്ലാ സമയത്തും അതുള്ളതുപോലെ നിലനിൽക്കാനല്ല, മറിച്ച് അതിങ്ങനെ വർധനവുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്ന് आज उर्दू का औसतन 8 सफ़हात का अखबार 2 रुपये में मिलता है और अंग्रेज़ी का औसतन 36 सफ़हात का अखबार भी 2 रुपये में मिलता है. ഇന്നത്തെ ഒരവസ്ഥ നോക്കുകയാണെങ്കിൽ വെറും 8 പേജുള്ള ഉറുദു പത്രങ്ങൾ 2 റുപ്യക്കും, അതുപോലെ 36 എന്ന് പറഞ്ഞാൽ 34 പേജുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ അതും 2 റുപ്യക്ക് കിട്ടുന്നുണ്ട്. ഹഫ്താവാർ അതിൻ്റെ പുറമേ ആണെങ്കിലോ ജമീമ മാഗസിൻ, അഡീഷണൽ ആയിട്ടുള്ള വേറെ മാഗസിനുകൾ, പിന്നെ ഓർ ദോശംബ, ജുമാക്കോഫ്, അങ്ങനെ പ്രത്യേക ദിവസങ്ങളിലുള്ള ഖുസൂസി മൗസുആത്ത് पर ജമീമ के सफ़ात अलग से होते हैं. പ്രത്യേക ഫ്രൈഡേ റിവ്യൂ എന്ന് പറഞ്ഞാണ് ഫ്രൈഡേ വേറെ, പിന്നെ സൺഡേ മാഗസിന് വേറെ, അങ്ങനെ പ്രത്യേകമായിട്ട് വേറെയും അതിലുണ്ടാകും. आपने शायद कभी सोचा हो कि उर्दू और अंग्रेज़ी के अखबारों की कीमत में ज़मीन आसमान का फ़र्क क्यों है? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പത്രത്തിലും ഉറുദു പത്രം അല്ലെങ്കിൽ മലയാള പത്രം ഇത്ര പേജ് ഡിഫറൻസ് ഉണ്ടായിട്ടും ഇങ്ങനൊരു വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിന് പ്രിൻറ്റിങ്
അളവ് കൂടുമ്പോൾ മറ്റൊന്നിന് പ്രിൻറ്റിങ് അളവ് കുറയുകയും ചെയ്യുമ്പോൾ പ്രിൻറ്റിങ് അളവ് കൂടുതൽ ഏതിനാണുള്ളത് അതിന് നല്ല വരിക്കാരുമുണ്ടെങ്കിൽ വരിക്കാർ കൂടുതലാവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രിൻറ്റിങ് അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ചിലവ് കുറയാണ് സത്യത്തിൽ. അത് ഇതിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ വരിയിലൊന്ന് നോക്ക്. आप गौर कीजिए कि अगर कोई अखबार 10,000 रोज़ाना छपता है तो उसकी तमाम का पियाँ बक जाएगी, यह ज़रूरी नहीं. औसतन 8,000 का पियाँ बकती हैं तो उससे हासिल होने वाली रकम से असल लागत भी नहीं निकलती. അഥവാ ചില പത്രങ്ങൾക്ക് അവർക്ക് ചെലവഴിച്ചു പോകുന്ന അവരുടെ ചെലവിനൊത്ത് വരവുണ്ടാകുന്നില്ല എന്നതുകൊണ്ടാണ് പത്രത്തിലുള്ള വ്യത്യാസങ്ങൾ, പേജ് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് കൂടെ പോലും ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, പൈസയിൽ മാറ്റം വരാത്തത്. ഇസ്തിഹാർ കി അഹമ്മിയത്ത് ഓർ ഇഫാദിയത്ത്. എന്തിനാണ് ഇനി പരസ്യങ്ങൾ കൊടുക്കുന്നത്? പത്രങ്ങൾ എന്തിനും പരസ്യങ്ങൾ കൊടുക്കണം? ഇസ് ഫറക്കി വജ ഏഹെ. നമ്മൾ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് പത്രങ്ങൾക്ക് 34 പേജ് ഉണ്ടായിട്ട് 2 റുപ്യ. അത് നേരെ മറിച്ച് മലയാളം ഉറുദു ഒക്കെ ആണെങ്കിൽ അതിന് 8 പേജിനും 10 റുപ്യ അല്ലെങ്കിൽ 2 റുപ്യ. ഈ ഒരു വ്യത്യാസത്തിൻ്റെ മൂല കാരണം എന്താണ്? ഉസ്കെ പാസ് ആമദ്നി ക സറായി മഹദൂദ് ഹെ. ഇവരുടെ അടുത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായിട്ടുള്ള വരവേ ഉള്ളൂ. ഓർ ദൂസരെ കെ പാസ് ആമദ്നി ക സറായി ബഹുത് വസീ ഹെ. എന്നാൽ മറ്റുള്ളവരുടെ അടുത്ത് അഥവാ ഇംഗ്ലീഷ് പത്രങ്ങൾക്ക് വരവുകൾക്ക് അവർക്ക് ഇൻകം ഉണ്ടാക്കാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ട്. അഖ്ബാർ റിസാലേക്ക് ആമദ്നി ക സരിയ ഇൻകി ഫറോഖ്ത് കെ അലാവ ഓർ ക്യാ ഹോ സക്താ ഹെ. അവരുടെ വരിക്കാരല്ലാതെ മറ്റെന്ത് മാർഗമാണ് മാഗസിനുകൾക്കുള്ള വരവായിട്ടുണ്ടാവുക? അതിനുള്ള മാർഗമാണ് ജിസ് ജമാനെ മേ ജി രഹേ ഹൈ ബോ സുന്നത്തി ഓർ തിജാറത്തി ജമാന ഹെ. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് യുഗത്തിലാണ്. ഒരേ സാധനത്തിനും തന്നെ അങ്ങാടി പോവുകയാണെങ്കിൽ 100 ആൾക്കാർ അതിനെ വിൽക്കുന്നുണ്ടാകും, 100 ബ്രാൻഡ് നെയിമിലായിട്ട് വിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതിനൊക്കെ ഒരു എന്താവശ്യമുണ്ട്? ഒരു പരസ്യം ആവശ്യമുണ്ട്. പരസ്യത്തിലൂടെയാണ് ഓരോന്ന് ജനങ്ങൾ അതിനെ താല്പര്യപ്പെടുകയും അത് തന്നെ ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്നു എന്നവസ്ഥ. അതൊക്കെയാണ് ഇവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. പിന്നെ കിസി ബി ഇഷ്തിഹാർ മേ മുസവ്വദ മവാദ് കി ജാസിബ് നസർ തർത്തീബ് കി ബഡി അഹമിയത്ത് ഹോവാ കർത്തി ഹെ. ഒരു പരസ്യം തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ മാറ്റർ അത് നല്ലൊരു കോർവയിലായിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇസ്തിഹാർ ലിഖ്നെ വാല അപ്നെ തസവൂർ കി ഖുവ്വത്ത് സെ ഏക് ഐസ നക്ഷ ഖീഞ്ചതാ ഹെ. യഥാർത്ഥത്തിൽ ഒരു പരസ്യം തയ്യാറാക്കുന്ന ആൾ തൻ്റെ ചിന്തയിലൂടെ വളരെ നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഒരു ചിത്രമാണ് അവർ പകർത്തിയെടുക്കുന്നത്. എത്തരത്തിലുള്ള പവർഫുള്ളായിട്ടുള്ള ചിത്രം? ജിസെ പഠനെ വാലേക്കോ വോ പൂരി തുറ മുത്തവജ്ജിഹ് കർലെ. അതിലേക്ക് വായനക്കാരൻ്റെ പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പരസ്യങ്ങളാകും തയ്യാറാക്കുന്നത്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പത്രത്തിൽ ഉസ്പർ ക്യാ സുർഖി ലഗായി ജായേ, എന്ത് ഹെഡിങ് ആണ് അതിന് കൊടുക്കുക എന്നുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇസ്തിഹാർ കെ ഹാക്കെ अथवा सहाफ़ती इस्तिलाह में लेआउट कहा जाता है. उसे मुसव्वदे को कापी में तस्वीरों का होना ज़रूरी है. ഒരു ലേഔട്ട് ഇതിൽ വളരെ പ്രധാനമാണ്. അതിൻ്റെ ഒരു ഡ്രാഫ്റ്റിൽ ഒരു കോലുണ്ടാകും, പിന്നെ ആ ഡ്രാഫ്റ്റ് പിന്നീട് ഒരു കോപ്പിയാക്കി എടുക്കുന്നു. അങ്ങനെ ലേഔട്ട്. അപ്പോൾ സുർഖി പറഞ്ഞു, ഇതിനൊരു തെർത്തീബ് വേണം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു പരസ്യം തയ്യാറാക്കുമ്പോൾ അതിനൊരു തെർത്തീബ് വേണം, പിന്നെ സുർഖി ഹെഡിങ് വേണം, പിന്നെ ലേഔട്ട് വേണം. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളതാണ് അൽഫാസ് കി താദാദ് ബഹുത് കം ഹോത്തി ഹെ. ഇതിലെ വാക്കുകൾ പരമാവധി എത്ര കുറക്കാൻ കഴിയുമോ അത്രയും വാക്കുകൾ കുറച്ചിട്ട് വേണം ഒരു എന്ത് തയ്യാറാക്കാൻ, പരസ്യം തയ്യാറാക്കാൻ. പിന്നെ വേറൊന്നുള്ളത് ഇഷ്തിഹാരി सिगरेट कंपनियों में तस्वुराती खाके तैयार करने वालों को विजुअलाइज़र कहा जाता है. പിന്നെ സിഗരറ്റ് കമ്പനികളിൽ അതിൻ്റെ തസവുറാത്തി ഹാക്കെ തയ്യാർ കർണേ വാലോ, അതിൻ്റെ ചിത്രങ്ങൾ
ചിത്രം കൊണ്ടുള്ള അതിൻ്റെ ലേഔട്ടുകൾ തയ്യാറാക്കുന്നവർക്കാണ് വിഷ്വലൈസർ എന്ന് പറയുന്നത്. അൽഫാസ് കെ ഇസ്തിമാൽ മേ എഹ്തിയാത്ത് ബർത്തരി ജാതി ഹെ. വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ വല്ലാത്ത സൂക്ഷ്മത നന്നായിട്ടുണ്ടാവേണ്ടതുണ്ട്. പിന്നെ വോ പഠനെ വാലേക്ക് തവജ്ജു ഹാസിൽ കരെ, അത് ആ വാക്കുകൾ ജനങ്ങളുടെ ആവശ്യക്കാരുടെ അല്ലെങ്കിൽ ഇത് വായിക്കുന്നവരുടെ ശ്രദ്ധ കരസ്ഥമാക്കാൻ സാധിക്കണം. ഇസ്കെ ലിയെ തർഗീബാത്ത് ഇൻസെൻറ്റീവ്സ് കാ ഭി സിക്ർ ഹോത്താ ഹെ. അഥവാ ജനങ്ങളെ ഇതിൽ താല്പര്യം ഉണ്ടാക്കാൻ, ഈ പരസ്യത്തിൽ താല്പര്യം ഉണ്ടാക്കാൻ തർഗീബാത്ത് ഇതിൽ കൊടുക്കും, ഇൻസെൻറ്റീവ്സും ഇതിൽ നന്നായിട്ടുണ്ടാകും. താല്പര്യം ജനിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇതിൽ കൊടുക്കും. മസലൻ बचत का लालच, तोहफों की पेशकश और गिफ्ट स्कीम, ख़रीदारी के बाद मुफ्त मरम्मत या वापसी की गारंटी, किस्तों में फ़रोख्त का मनसूബ വഗേറ. ഒരു പരസ്യം തയ്യാറാക്കുന്ന ആൾ അവരെന്ത് ചെയ്യും, ഇമേജിൽ വന്ന് നിങ്ങൾ ഫോൺ വാങ്ങും, ഫോണ് പൊട്ടിയാലും നന്നാക്കി കൊടുക്കും, ഫ്രീ ആയി നന്നാക്കി കൊടുക്കും. അപ്പോൾ പൊട്ടിയാലും നന്നാക്കി കൊടുക്കും എന്നുള്ളത് ആ ഒരു വാക്ക് ജനങ്ങളെ നന്നായിട്ട് താല്പര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തർഗീബാണത്, ഇൻസെൻറ്റീവ്സ്. അങ്ങനത്തെ വാക്കുകൾ പരസ്യത്തിൽ കൊടുക്കണം. പിന്നെ അഖ്ബാർ ഖുദ് അപ്നി തശ്ഹീർ കെ ലിയെ ഭി ബാസ് തരീഖ ഇഖ്തിയാർ കർത്തെ ഹൈ. മസലൻ കുച്ച് മുദ്ദത്ത് കെ ലിയെ ഖീമത്ത് മേ ആധി കമ്മി. ചില സമയത്ത് ഒന്നുകൂടെ ശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 50% ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട്. ഖീമത്ത് മേ ആധി കമ്മി, പകുതി വിലക്ക് കൊടുക്കുന്നു എന്ന അങ്ങനത്തെ വാർത്തകൾ ഉണ്ടാകാറുണ്ട്. മർക്കസി ഹുക്കൂമത്ത് की वजारत इत्तला व नशरियात के ज़ेर इंतज़ाम चलने वाली डायरेक्टरेट ऑफ ऑडियो विजुअल पब्लिसिटी हिंदुस्तान की सबसे बड़ी इश्तिहार रसां ഏജൻസി है. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരസ്യ ദാതാക്കളായിട്ടുള്ള ഏജൻസി ഏതാണെന്ന് വെച്ചാൽ DAVP, ഡയറക്ടറേറ്റ് ഓഫ് ഓഡിയോ വിഷ്വൽ പബ്ലിസിറ്റി എന്നുള്ള സർക്കാരിൻ്റെ സ്ഥാപനമാകുന്നു. क्योंकि इसकी वसातत से मुल्क भर के बड़े दरमियानी और छोटे अखबारात को सरकारी इश्तिहारात दिए जाते हैं. അവരാണ് ഈ ഇന്ത്യയിലൊട്ടാകെയുള്ള പത്രമാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾ, സർക്കാർ തല പരസ്യങ്ങൾ നൽകുന്നവർ. അതുകൊണ്ട് അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരസ്യ ഏജൻസികൾ എന്ന് നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.